ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ സ്കൂൾ പോകുന്നതിന് മുമ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു ഇമോജി എങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ രാവിലെ മക്കൾ രണ്ടാളും മദ്രസിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാനിതാ നമ്മളെ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കുന്നത് പൂരിയും ബാജിക്കറിയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു ബാജിക്കറിയാണ്. അപ്പോൾ ഞാനിതാ ഒരു കുക്കറിലേക്ക് വലിയുള്ളി, ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതും ക്യാരറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിച്ചപ്പും അതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് നല്ലോണം ഒന്ന് ഞെരടി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് മുങ്ങിക്കെടുക്കണ ആ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ അപ്പുറത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പൂരി ചുടാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയും കൂടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ പൂരിക്കുള്ള മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഞാൻ ഇതിലേക്ക് ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഗ്യാസ് നല്ല ഹൈ ഫ്ലെയിമിലുള്ള ഗ്യാസിലേക്കാണ് കുക്കർ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3 അടുപ്പുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേഗം തന്നെ പണി തീർക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൂരി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലൊന്ന് ചൂടാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇതുപോലെ എന്തെങ്കിലും ഒരു ഓർഡറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ രാവിലത്തെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രീ പ്ലാൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക, രാത്രി കറിക്ക് ആവശ്യമുള്ളതൊക്കെ കട്ട് ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് രാവിലത്തെ ആ സമയം നല്ലോണം ലാഭിക്കാൻ കഴിയും കേട്ടോ. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് അതിന് പച്ചക്കറിയൊക്കെ എറിയണ സമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടൈം അധികം എടുക്കും. പക്ഷേ രാത്രി നമ്മൾ ഇതൊക്കെ പ്രീ പ്ലാൻ ചെയ്ത് വെച്ച് കട്ട് ചെയ്തൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ വേഗം എണീറ്റ് നമുക്ക് കുക്കിങ്ങിലോട്ട് ഡയറക്റ്റ് കിടക്കാൻ കഴിയും കേട്ടോ. അങ്ങനെ എന്താ ഞാൻ ഓരോ പൂരിയും ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബാജിക്കറി 4-5 വിസിലടിച്ചപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും വിസിലടുപ്പിച്ചത് നമുക്ക് അതിലുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ ക്യാരറ്റൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതാ ചോറ് ചെമ്പ് അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് നല്ല ഹൈ ഫ്ലെയിമാണ്. അങ്ങനെ നമുക്ക് ഫ്ലെയിമിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. പിന്നെ അതുപോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
ഇനി കറിയൊന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അയണിൻ്റെ ഒരു കടായിയാണ് എടുക്കുന്നത്. ഇത് അടിപൊളിയാണ്, നല്ല യൂസ്ഫുള്ളാണ്. കാരണം നമുക്കിത് വേഗം ചൂടാവും. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും വളരെ സിമ്പിളാണ്. നല്ല നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് ഈ ഒരു ചട്ടി. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുകിട്ട് പൊട്ടിക്കുക, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ കറി ഞാനിതാ വറവിട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ കുക്കറിലൊക്കെ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലെ പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് കറിയുടെ ആ കറക്റ്റ് സ്ട്രക്ചറായി കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അങ്ങനെ അതാ പൂരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാത്രം കൂടെ ഉണ്ടായിരുന്നു, വേഗം അതും കൂടെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വേഗം ഇതൊന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുക. അങ്ങനെ നമുക്ക് ഏകദേശം ഇതിൻ്റെ ടൈം അറിയാമല്ലോ. ആ സമയമാകുമ്പോൾ നമുക്കങ്ങനെ ഊറ്റിയെടുത്താൽ നമ്മുടെ ചോറ് റെഡിയാവും. അങ്ങനെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഈ ഗ്യാസ് സ്റ്റവ് നമ്മുടെ സ്റ്റീലിൻ്റെ ഗ്യാസ് സ്റ്റൗവിൽ നമ്മളെ ബാറ്ററി വെള്ളമല്ലേ നമ്മൾ ഇൻവെർട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന അത് ഇനിയാൾ അവിടെ കുറച്ച് ചിന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു തുണി വെച്ചിട്ട് ഈ ഒരു സ്റ്റൗ തുടച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കറ ഇതിന് പിടിച്ചു പോയി. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും മാറ്റാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വഴി അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല സ്റ്റീലിൻ്റെ സ്റ്റൗ ആയിരുന്നു, പക്ഷെ അതിൽ ഇതുപോലൊരു സ്റ്റെയിൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. മക്കളൊക്കെ ഇപ്പോൾ മദ്രസ വിട്ട് വരും കേട്ടോ. അപ്പോൾ അവർക്ക് കഴിക്കാൻ എളുപ്പത്തിന് ടേബിളിലേക്കൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം പോയി അകൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തട്ടി വിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ നനച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല വെയിലല്ലേ, അപ്പോൾ നമുക്ക് ചെടിക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും നനച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ചെടി ആകെ ഉണങ്ങിപ്പോവും. അതുകൊണ്ട് ഞാനിതാ വേഗം തന്നെ ചെടിയൊക്കെ ഒന്ന് നനച്ചെടുക്കുകയാണ്. അങ്ങനെ ചെടി നനയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ വേഗം ഒന്ന് ആക്റ്റീവും കൂടെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. എത്ര കഴുകിയിട്ടും കാര്യമില്ല, നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ നല്ലോണം ആ ഗ്രൗണ്ടിൽ നിന്ന് പൊടി പാറിയിട്ട് മൊത്തം പൊടിയായിരിക്കും കേട്ടോ. എന്നാലും ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണ്.
പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടിഷ്യൂ ടവൽ റോളില്ലേ, നമുക്ക് നമ്മളെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കിച്ചൺ ടവലാണ് കേട്ടോ ഇത്. ഇതിൽ ഒരു പീസിൽ ഒരു റോളിൽ തന്നെ 82 പീസോ അങ്ങനെ എങ്ങാനും ഉണ്ട്. അങ്ങനെ ഞാൻ 2 റോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ 2 റോള് ഞാൻ വാങ്ങാൻ കാരണം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് കണ്ടു കേട്ടോ. ആ ഷോർട്സിൽ ഒരു യൂട്യൂബ് ചാനലിൽ അവരിങ്ങനെ റിവ്യൂ പറയുന്നുണ്ട് കേട്ടോ, ഓരോ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്കും അവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല യൂസ്ഫുൾ ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിന് മുന്നേ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. അത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഏതായാലും നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് ഇതൊക്കെ ആവശ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ കാണാൻ നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ലൊരു കട്ടിയുണ്ട് കേട്ടോ ഈ ഒരു ക്ലോത്ത്. ഞാൻ വിചാരിച്ചു ഏതായാലും വാങ്ങിയത് നല്ലതായി നിന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് പോലെ എനിക്ക് തോന്നി. അപ്പം ഞാനിതാ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അതിങ്ങനെ അങ്ങോട്ട് പറിച്ചെടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് യൂസ് ചെയ്തും കൂടെ നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ അതിൽ നിന്നൊരു റോളിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഞാനൊന്ന് ടേബിളൊക്കെ ഒന്ന് തുടച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തുടക്കാനൊക്കെ നല്ല യൂസ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കാര്യമായിട്ട് ഞാൻ പെട്ടുപോയത് എന്ന് പറയാം. ഞാനിത് ജസ്റ്റ് നമുക്ക് ഇത് റീയൂസ് ചെയ്യുന്ന ഒരു ടവലാണ്, നമുക്ക് യൂസ് ചെയ്യുക, അതുപോലെ കഴുകിയെടുത്തിട്ട് വീണ്ടും യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ടവലാണ് ഇത്. പക്ഷെ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ തുടക്കുന്ന സമയത്ത് തുടച്ച് ഇതൊന്ന് നീർത്തുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ കീറി പോരുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഇതിലിതാ കുറേ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ ഒരു പഞ്ഞി ഇങ്ങനെ വേറിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഒന്ന് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും കീറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറയാം വിഷമമായി പോയിട്ടോ. കാരണം നമ്മൾ അവരുടെ റീല് കണ്ടിട്ട് ഞാൻ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാകില്ല, നല്ല പ്രൊഡക്റ്റാണ് റിവ്യൂ കണ്ടിട്ട് വാങ്ങിയ പ്രൊഡക്റ്റ് ഇങ്ങനെ ഒരു ഫേക്കായി വരുമ്പോൾ നമുക്കൊരു സങ്കടമാണല്ലോ. 2 റോളും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് ഫേക്ക് ആയിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ആ ഫസ്റ്റ് തുടക്കത്തിലുള്ളതായത് കൊണ്ടായിരിക്കും അങ്ങനെ ആയതെന്ന് വിചാരിച്ചിട്ട് വേറൊരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ പൊന്തിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചൊന്നിങ്ങനെ നീർത്തി നോക്കുമ്പോൾ തന്നെ കീറി വരികയാണ് കേട്ടോ. അങ്ങനെ ഇതെനിക്ക് കണ്ടപ്പോൾ വല്ലാതെ സങ്കടമായി പോയിട്ടോ. പിന്നെ ഞാനിതാ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള നട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബദാം എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ പംകിൻ സീഡാണ്, പിന്നെ വാൾനട്ട്സ് എടുത്തിട്ടുണ്ട്, ചിയാ സീഡ് എടുത്തിട്ടുണ്ട്, കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്, വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കടല എടുത്തിട്ടുണ്ട്, പിന്നെ ഉള്ളത് സൺഫ്ലവർ സീഡാണ് കേട്ടോ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം 50 ഗ്രാം വീതമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഓവറായിട്ട് റോസ്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ, പിസ്ത. ഞാൻ സത്യം പറയാലോ, ഞാൻ പിസ്ത വാങ്ങാൻ വിട്ടുപോയതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കുക. ഓവറായിട്ട് വറന്നു പോകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ ദിവസവും എല്ലാ നട്ട്സൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും ഒരു സ്പൂണ് വീതം നമുക്ക് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള എള്ളൊക്കെ പൊട്ടി വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിതാ ബാക്കിയുള്ളതും കൂടെ പൊടിച്ചെടുക്കുകയാണേ.
നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ടൊരു ചൂടുണ്ടാവും കേട്ടോ. ആ ചൂടൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഞാനത് അങ്ങനെ ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നല്ലൊരു ഭരണിയിലാക്കിയിട്ട് ഇത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് രാവിലെയോ രാത്രിയോ വൈകുന്നേരമോ ഏതാ സമയം നോക്കിയിട്ട് നമുക്ക് ഓരോ സ്പൂണ് വീതം കഴിക്കാം. അങ്ങനെ പിന്നെ ഞാൻ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യും കേട്ടോ. മേക്കപ്പ് എന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും അതുപോലെ കൺമഷി ലിപ്സ്റ്റിക്ക്, അത് രണ്ടും തന്നെയാണ് കേട്ടോ കാര്യമായിട്ട്. കൺമഷി ലിപ്സ്റ്റിക്ക് തന്നെയാണ് കാര്യമായിട്ട് ഇടുക. അങ്ങനെ ഏതായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ പോകാൻ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത് തിരുമ്പാനുള്ളത് ഇട്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെ വേഗം തന്നെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേഗം ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതവിടെ ഓണാക്കി വെച്ചാൽ ഓട്ടോമാറ്റിക് ആണല്ലോ, അതുകൊണ്ട് അതങ്ങനെ തിരുമ്പി അങ്ങനെ റെഡിയായി കിട്ടിക്കോളൂ. അങ്ങനെ വേഗം ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്, അസ്സലാമു അലൈക്കും.